എറണാകുളം കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിന്റെ മകനെതിരായ കേസ് വ്യാജമെന്ന് പറയുകയാണ് പോലീസ്. കലാരാജുവിന്റെ മകൻ ബാലുവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതി വ്യാജമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് ബാലു എറണാകുളത്തായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, ആ പരാതിയുടെ പശ്ചാത്തലം എന്തായിരുന്നു? അത് നമ്മൾ അന്ന് കണ്ട കൂത്താട്ടുകുളം കിഡ്നാപ്പിങ്ങിന്റെ തുടർച്ചയിലുണ്ടായ കേസാണോ അത്? ഉടലെടുത്ത കേസ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. CIT തൊഴിലാളിയുടെ പരാതിയിലാണെന്ന് കൂത്താട്ടുകുളം പോലീസ് ബാലുവിനെതിരെയും സുഹൃത്തുക്കൾക്കെതിരെയും പരാതി നൽകിയത്. കമ്പിവടി ഉപയോഗിച്ച ബാലുവും സുഹൃത്തുക്കളും ഈ CIT പ്രവർത്തകനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. പക്ഷേ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് പോലീസിന് അന്ന് സംഭവം നടക്കുന്ന സമയത്ത് ബാലു എറണാകുളത്തായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പരാതി വ്യാജമെന്നൊരു റിപ്പോർട്ട് നൽകാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. അതായത് ഈ കൂത്താട്ടുകുളത്തുണ്ടായ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നൊരു പരാതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വസ്തുത ഈ പരാതിയിലില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.